അല്ല, അവിടുത്തെ പ്രശ്നങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നതിനും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും 3 മന്ത്രിമാരും അങ്ങോട്ട് പോകുന്നത്. അവരെ കേൾക്കും. അവരുടെ വികാരപ്രകടനം സ്വാഭാവികമാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. നമ്മളാണെങ്കിലും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ വികാരപരമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാൻ. മിനിസ്റ്റർ, ഈ കേസ് എടുത്തേക്കുന്നതിൽ ഈ മാനന്തവാടി രൂപത ഉൾപ്പെടെ അതൊന്ന് പിൻവലിക്കണം, ഇതേപോലെയുള്ള വികാരപ്രകടനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതിൽ കേസെടുക്കുന്നത് പിൻവലിക്കണം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു നടപടി സർക്കാർ ബാക്കി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടും പിന്നീട് തുടർന്ന് ഇന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ച ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. പ്രധാന പരിഗണന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാമെന്നുള്ളതാണ്. നഷ്ടപരിഹാരമൊക്കെ സ്വാഭാവികമായിട്ടും എന്തായാലും ചെയ്യുന്നതാണല്ലോ. അത് ചർച്ച ചെയ്യാൻ യോഗം ചേരേണ്ട കാര്യമല്ല. എല്ലാ കാര്യങ്ങളും സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട അതും വരും. വയനാട്ടിൽ ഈ സാഹചര്യം അഭിമുഖീകരിക്കുന്ന മനുഷ്യരുടെ കൂടെയാണ് സർക്കാരുള്ളത്. കേസ് പിൻവലിക്കണമെന്നൊരു ആവശ്യം വന്നാൽ അതും പരിഗണിക്കും. അല്ല, അത്തരം കാര്യങ്ങൾ പിന്നീട് കൂടുതൽ ചർച്ച ചെയ്യണം. അതിപ്പോൾ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. അത് കൂടുതൽ ചർച്ച ചെയ്യണം.